ദിവസം വന്നെത്തി. ലണ്ടനിലെ തണുപ്പിൽ നിന്നും ബദ്രി തൻ്റെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. അവൻ്റെ പ്രിയ സുഹൃത്ത് അജു തന്നെയാണ് അവനെ യാത്രയാക്കാൻ എയർപോർട്ട് വരെ കൂടെ വന്നത്. ബദ്രി എയർപോർട്ടിൻ്റെ എൻട്രൻസിന് സമീപത്തെത്തിയപ്പോൾ അജുവിനെ നോക്കി ചിരിച്ചു. എന്നാ ശരിയടാ അജു, ഞാൻ ഇറങ്ങട്ടെ. നീ സൂക്ഷിച്ച് വണ്ടി ഓടിച്ച് പോയേക്കണം. നീ നാട്ടിലെത്തിയിട്ട് വിളിക്കളിയാ. പോയിട്ട് വായോ. അജു അവനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. അജുവിനോട് വിട പറഞ്ഞ് ബദ്രി ട്രോളി ബാഗും തള്ളിക്കൊണ്ട് എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറി. ചെക്കിങ്ങും സെക്യൂരിറ്റിയും ഒക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിൽ വന്നിരിക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ വലിയൊരു ഭാരമുള്ളതുപോലെ ആയിരുന്നു. മണിക്കൂറുകൾ നീണ്ട വിമാനയാത്രക്കൊടുവിൽ അവൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങി. ലഗേജും എടുത്ത് പുറത്തേക്ക് വരുമ്പോൾ വിസിറ്റേഴ്സിൽ നിൽക്കുന്ന വലിയ തിരക്കിനിടയിൽ നിന്നും വേണു അവനെ കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു. ബദ്രിയെ കണ്ടതും വേണു ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രിയപ്പെട്ട മരുമകനെ കണ്ടപ്പോൾ വേണുവിൻ്റെ കണ്ണുകളും സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. ലഗേജൊക്കെ വണ്ടിയുടെ ബാക്കിലേക്ക് എടുത്തു വെച്ച് രണ്ടുപേരും കാറിൽ കയറി വീട്ടിലേക്ക് യാത്ര തിരിച്ചു. വേണു മാമ വന്നിട്ട് ഒരുപാട് നേരമായോ? ഞാൻ പുറത്തിറങ്ങാൻ കുറച്ച് വൈകി, ബദ്രി ചോദിച്ചു. ഏയ് ഇല്ലടാ, കുറച്ചു നേരം മാത്രമേ എനിക്കിവിടെ നിൽക്കേണ്ടി വന്നുള്ളൂ. വേണു സ്നേഹത്തോടെ അവനെ നോക്കി പറഞ്ഞു. അല്ല ബദ്രി, നീ ആകെ മാറിപ്പോയല്ലോടാ. ഇപ്പോൾ കണ്ട അസല് സായിപ്പിനെ പോലെയുണ്ട്, വേണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ബദ്രി അത് കേട്ട് ഉറക്കെ ചിരിച്ചു. ഏയ് അതൊന്നുമില്ല മാമ. അല്ല മാമൻ്റെ അമ്പല കമ്മിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഓ എൻ്റെ ബദ്രി, അതൊന്നും പറയണ്ട. കമ്മിറ്റിയിലെ തല്ലും ബഹളമൊക്കെ ആയി അതങ്ങനെ അങ്ങ് പോകുന്നു, വേണു ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. യാത്രയിലുടനീളം അവർ നാട്ടിലെ വിശേഷങ്ങളും പഴയ ഓർമ്മകളൊക്കെ പങ്കുവെച്ചു. വേണുവിൻ്റെ മനസ്സിൽ അവൻ്റെ കല്യാണാലോചനയെക്കുറിച്ച് ബദ്രിയോട് സംസാരിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. അവൻ്റെ മനസ്സ് ഇപ്പോൾ തന്നെ കല്യാണക്കാര്യം പറഞ്ഞ് മുഷിപ്പിക്കേണ്ട എന്ന് കരുതി വേണു ആ വിഷയം തൽക്കാലം ഉള്ളിൽ തന്നെ ഒതുക്കി പിടിച്ചു. കാർ പടിപ്പുര വാതിൽ കടന്ന് മുറ്റത്ത് പതുക്കെ വന്നു നിന്നു. മകൻ വരുന്നതും കാത്ത് രാവിലെ മുതൽ ഭവാനി അമ്മ ഉമ്മറത്ത് തന്നെ ഇരിക്കുകയാണ്. വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോഴേക്കും അവർ പൂമുഖത്തുള്ള ചാരുകസേരയിൽ നിന്നും എഴുന്നേറ്റു. വണ്ടിയിൽ നിന്നും ഇറങ്ങി വരുന്ന ബദ്രിയെ കണ്ടതും ഭവാനി അമ്മയുടെ കണ്ണുകൾ ആനന്ദ കണ്ണീരാൽ നിറഞ്ഞു തുളുമ്പി. അവർ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. എൻ്റെ മോനെ എന്ന് വിറക്കുന്ന ശബ്ദത്തിൽ വിളിച്ചുകൊണ്ട് അവർ അവൻ്റെ മുഖത്തും നെറ്റിയിലുമെല്ലാം സ്നേഹത്തോടെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. ബദ്രിയും തൻ്റെ അമ്മയെ ആവോളം ചേർത്ത് പിടിച്ചു. വണ്ടിയിൽ നിന്നും ലഗേജ് ഇറക്കുകയായിരുന്ന വേണുവിൻ്റെ മുഖത്തും ഒരു വലിയ സംതൃപ്തിയുടെ ചിരി വിരിഞ്ഞു. ബദ്രി അകത്ത് പോയി ഫ്രഷായി വന്നു. അമ്മ സ്നേഹത്തോടെ ഉണ്ടാക്കി വെച്ച വിഭവങ്ങളൊക്കെ എല്ലാവരും കൂടി ഒപ്പം ഇരുന്ന് കഴിച്ചു. ഭക്ഷണമെല്ലാം കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം ഉമ്മറത്തിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ഭവാനി അമ്മ ആ വിഷയം എടുത്തിട്ടു. എന്നാൽ പിന്നെ ഇനി ഒട്ടും വൈകിക്കണ്ട, നാളെ തന്നെ നമുക്ക് ആ പെണ്ണ് കാണൽ ചടങ്ങ് അങ്ങ് നടത്തിയാലോ? അത് കേട്ടതും വേണു ഒരൽപ്പം ഗൗരവത്തോടെ പറഞ്ഞു. എൻ്റെ ഭവാനി, നീ ഇങ്ങനെ അനാവശ്യമായി ധൃതി കൂട്ടാതെ. മോനിപ്പോൾ വന്നതേയുള്ളൂ, അവൻ കുറച്ചൊന്ന് വിശ്രമിക്കട്ടെ. വേണു പറഞ്ഞു തീർക്കുന്നതിന് മുൻപ് തന്നെ ഭവാനി അമ്മയുടെ മുഖം വാടി. അവർ ഒരൽപ്പം സങ്കടത്തോടെ പറഞ്ഞു. അതല്ല വേണു, എനിക്കിപ്പോൾ തന്നെ വല്ലാത്തൊരു വയ്യായിക പോലെ തോന്നുന്നുണ്ട്. എൻ്റെ കണ്ണടയുന്നതിന് മുൻപായി എൻ്റെ കുട്ടിയുടെ കല്യാണം നടന്നു കാണണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അമ്മയുടെ ആ വാക്കുകളും അവരുടെ ആ അവസ്ഥയും കണ്ടപ്പോൾ ബദ്രിക്ക് വല്ലാത്ത വിഷമം തോന്നി. വേണു അവരെ കൂടുതൽ വിഷമിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല. അദ്ദേഹം പതിയെ ഭവാനി അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഓ എൻ്റെ ഭവാനി, നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടല്ലേ. നമുക്ക് എന്തായാലും ആ കുട്ടിയെ പോയി കാണാം. അതിനാരും ഇവിടെ എതിര് പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ നീ പറഞ്ഞതുപോലെ നാളെ തന്നെ അത് വേണ്ട, 2 ദിവസം കഴിയട്ടെ. കുറച്ച് സമയം കൂടി അവിടെ ഇരുന്ന ശേഷം വേണു തൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. വേണു പോയതിന് പിന്നാലെ ബദ്രി പതുക്കെ പടികൾ കയറി മുകളിലെ തൻ്റെ മുറിയിലേക്ക് നടന്നു. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സ്വന്തം മുറിയിലേക്ക് കയറി. പണ്ടത്തെ പോലെയുള്ള ഒരു ഉന്മേഷവും ആ മുറിക്കുള്ളതായി അവന് തോന്നിയില്ല. അവന് വല്ലാതെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. വല്ലാത്തൊരു അസ്വസ്ഥത മുറിയിലാകെ പടർന്നു കിടക്കുന്നത് പോലെ. അവിടെ നിൽക്കാൻ കഴിയാതെ ബദ്രി താഴേക്ക് ഇറങ്ങി വന്നു. അവൻ താഴേക്ക് വരുന്നത് കണ്ടതും ഭവാനി അമ്മ ഒരു കവറുമായി അവൻ്റെ അരികിലേക്ക് വന്നു. മോനെ, നീ ഇതൊന്ന് തുറന്നു നോക്കിക്കേ. ബദ്രി അത് വാങ്ങി സംശയത്തോടെ ചോദിച്ചു. എന്താ അമ്മേ ഇത്? അവൻ പതുക്കെ ആ കവർ തുറന്നു. അതിനുള്ളിൽ അച്ചുവിൻ്റെ സുന്ദരമായ ഒരു ഫോട്ടോയായിരുന്നു. അത് കണ്ടതും ബദ്രിയുടെ ഉള്ളിൽ എന്തൊക്കെയോ ചിന്തകൾ വന്ന് നിറഞ്ഞു. മോന് ഇഷ്ടായോ? ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി, അച്ചു. ഭവാനി അമ്മ ആവേശത്തോടെ ചോദിച്ചു. ബദ്രിക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. അവനൊന്ന് മൂളുക മാത്രം ചെയ്തു. നീ എന്താ ബദ്രി ഒന്നും പറയാത്തത്? നിനക്ക് കുട്ടീനെ ബോധിച്ചില്ലേ? തൻ്റെ മനസ്സിലെ വിയോജിപ്പുകൾ അമ്മയോട് തുറന്നു പറയണമെന്ന് അവൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ അമ്മയുടെ മുന്നിൽ അവൻ്റെ നാവ് വഴങ്ങിയില്ല. അവൻ മുറിഞ്ഞ ശബ്ദത്തോടെ തിരിച്ചു ചോദിച്ചു. അമ്മയ്ക്ക് ഇഷ്ടമായോ? ആ മോനെ, എനിക്ക് ആ കുട്ടിയെ നല്ലോണം ഇഷ്ടമായി. നമ്മുടെ കുടുംബത്തിന് പറ്റിയ കുട്ടിയാ.
ഭവാനി അമ്മയുടെ മുഖത്ത് വലിയൊരു സന്തോഷം വിരിഞ്ഞു. അമ്മയുടെ ആ മുഖത്തെ സന്തോഷം കണ്ടതും ബദ്രിയുടെ കണ്ണുകൾ അറിയാതെ ചുവന്നു തുടുത്തു. തൻ്റെ എതിർപ്പ് പറഞ്ഞ് ആ സന്തോഷം കളയാൻ അവൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ അവൻ പതുക്കെ ഉമ്മറത്തേക്ക് നടന്നു. ദിവസങ്ങൾ വളരെ പെട്ടെന്നാണ് കടന്നുപോയത്. ഒരു ദിവസം ഭവാനി അമ്മ മോഹനനെ വിളിച്ച് വിവരം പറഞ്ഞു. മോഹന, ഇനി ഒട്ടും വൈകിപ്പിക്കണ്ട. നാളെ തന്നെ ഞങ്ങൾ ആ കുട്ടിയെ കാണാൻ വരുന്നുണ്ടെന്ന് അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞേക്കൂ. മോഹനൻ ഉടൻ തന്നെ അച്ചുവിൻ്റെ വീട്ടിലെത്തി. നാളെ ഭവാനി അമ്മയും മകനും പെണ്ണ് കാണാൻ വരുന്നെന്ന വിവരം അറിയിച്ചു. ആ വാർത്ത കേട്ടതോടെ അച്ചുവിൻ്റെ വീട്ടിൽ എല്ലാവർക്കും വലിയ സന്തോഷമായി. അവരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. എന്നാൽ അച്ചുവിൻ്റെ ഉള്ളിൽ വല്ലാത്ത സങ്കടവും ഭയവുമായിരുന്നു. ബദ്രിക്ക് തന്നെ ഇഷ്ടപ്പെടുമോ എന്ന ചിന്ത അവളെ അലട്ടിക്കൊണ്ടിരുന്നു. എങ്കിലും തൻ്റെ അനിയത്തിമാരുടെയും അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ സ്വന്തം വിഷമങ്ങൾ പുറത്തു കാണിക്കാൻ അച്ചുവിന് തോന്നിയില്ല. അവൾ എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി നാളത്തെ ആ ദിവസത്തെ ഓർത്ത് അവളുടെ നെഞ്ചിടിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ അവൾ അത് പുറത്ത് കാണിക്കാതെ വീട്ടുകാരെ സഹായിക്കാൻ തുടങ്ങി. അന്ന് രാത്രി ബദ്രിക്ക് ഒട്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അവൻ പെട്ടെന്ന് അജുവിനെ വിളിച്ചു. ഡാ അജു, കാര്യമൊക്കെ ഏകദേശം കയ്യിൽ നിന്ന് പോയ മട്ടില്ല. നാളെ പെണ്ണുകാണൽ ചടങ്ങാണ്. അമ്മയുടെ നിർബന്ധത്തിന് മുന്നിൽ എനിക്ക് എതിർത്തൊന്നും പറയാൻ കഴിഞ്ഞില്ലടാ. എൻ്റെ ജീവിതം ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി അങ്ങനെ പോട്ടെ. ബദ്രി വളരെ തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു. അത് കേട്ടതും അജുവിന് ദേഷ്യം വന്നു. എടാ ബദ്രി, നീ എന്തൊക്കെയായി പറയുന്നത്? ഇതൊരു സിനിമയൊന്നുമല്ലടാ, ജീവിതമാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. പണ്ട് ഇതേ സിറ്റുവേഷനിൽ ഞാൻ നിന്നപ്പോൾ നീ അല്ലേടാ എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. ആ ബദ്രി തന്നെയാണോ ഇത്? പക്ഷെ അജു, നിനക്ക് അന്ന് ഷഹാനയെ ഇഷ്ടമായിരുന്നു. അതുപോലെയാണോ എൻ്റെ? ഞാൻ ആരെയാ പറയാ? അമ്മയ്ക്കിപ്പോൾ എൻ്റെ കല്യാണം നടത്തണം, അത്രേ വേണ്ടൂ. എന്നാ ബദ്രി, ഞാനൊരു കാര്യം പറയട്ടെടാ. ആ പറ. കുഴപ്പമില്ലാത്ത കുട്ടിയാണേ നീ അങ്ങ് കെട്ടടാ. പിന്നെ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവളും അങ്ങ് പൊരുത്തപ്പെട്ട് തുടങ്ങിക്കോളും. ദേ അജു, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. നീ ഇപ്പോൾ അമ്മയെ പോലെ സംസാരിക്കുകയാണോ? ബദ്രിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അജു പതുക്കെ സ്വരം താഴ്ത്തി. അവനോട് തർക്കിച്ചിട്ട് ഇപ്പോൾ കാര്യമില്ലെന്ന് അവൻ തോന്നി. ഓ എൻ്റെ പൊന്നു ബദ്രി, ഞാൻ നിന്നോട് തർക്കിക്കാൻ വരുന്നില്ല. എൻ്റെ മോനിപ്പോൾ അതൊക്കെ ആലോചിച്ച് ടെൻഷൻ ആവാതെ പോയി നന്നായിട്ടൊന്ന് ഉറങ്ങാൻ നോക്ക്. എന്നിട്ട് നാളെ സുന്ദരനായിട്ട് പോയി കുട്ടിയെ കാണൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് ശേഷം സാവധാനം ആലോചിക്കാം. അജു അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഫോൺ വെച്ചതിന് ശേഷവും അജുവിൻ്റെ വാക്കുകൾ ബദ്രിയുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. എങ്കിലും നാളത്തെ ദിവസത്തെ നേരിടാൻ തന്നെ അവൻ ഉറപ്പിച്ചു.